ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് വിദ്യാർത്ഥി സംഘടനകളും ജനങ്ങളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. സ്കൂൾ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് നീക്കാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. വെള്ളിയാഴ്ച സ്കൂൾ അധികാരികൾ വിദ്യാർത്ഥി സംഘടനകളുമായി സംസാരിക്കാമെന്ന് ഉറപ്പു നൽകിയതിനു ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇന്നലെയാണ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ സ്കൂളിന്റെ ശുചിമുറിക്ക് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാസങ്ങൾക്ക് മുൻപ് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ഇവിടെ ആത്മഹത്യ ചെയ്തിരുന്നു. സ്കൂളിൽ നിന്നും ഉണ്ടാകുന്ന മാനസിക പീഡനമാണ് കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്നും കുട്ടികൾക്ക് വിദഗ്ധമായ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുമെന്നും സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞിരുന്നെങ്കിലും അവയൊന്നും നടപ്പായില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ പഠിക്കുന്ന ഈ നാടിനകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സമാനത്തോടെ പഠിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നാടിനകത്ത് സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടിമുറികൾ സൃഷ്ടിക്കുന്ന ആളുകളായി ഈ ക്യാമ്പസിനകത്തെ അധികാരികളുമാരാണ്. അത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാടല്ല കേരളത്തിനകത്ത് സ്വീകരിക്കേണ്ടത്. ആദ്യം ഒരു പെൺകുട്ടി ആദ്യം മരിച്ചു, പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ആൺകുട്ടിയെ ഇവിടെ മരിച്ചു. ഇത് കൊലപാതകമാണ്. ഇതിനകത്തൊക്കെ സൈക്കോയുള്ള അധ്യാപകരുണ്ട്, അവരെ ആദ്യം പിടികൂടണം. മനസ്സിലായോ? എനിക്കൊരു പെൺകുഞ്ഞുള്ളതാണ്, പ്രതികരിക്കാൻ ആരുമില്ല. രണ്ടാമത്തെ ഭരണമല്ലേ ഇത്? അപ്പോൾ അതുകൊണ്ട് കർശനമായിട്ട് നാട്ടുകാരും പൊതുപ്രവർത്തകരും പോലീസും ഉൾപ്പെടെ ഇടപെട്ടിട്ട് അവരെ ആദ്യം പൊക്കണം. ഇതൊക്കെ കൊലപാതകങ്ങളാണ്, ഇതൊന്നും ആത്മഹത്യയൊന്നുമല്ല.